ഹലോ എവരി വൺ, വെൽക്കം ടു ഐലൈൻ IAS ഇഗ്നൈറ്റ് ഫൗണ്ടേഷൻ ഡെയിലി ന്യൂസ് പേപ്പർ അനാലിസിസ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫെബ്രുവരി 24 ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഡിറ്റോറിയൽ നോക്കുന്നത് സ്റ്റിക്ക് ടുഗദർ എന്ന് പറയുന്ന ഇന്ത്യ ബ്രസീൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് വന്നിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ആണ്. ദെൻ സയൻസ് പേജിൽ ഗ്ലോബലി പെസ്റ്റിസൈഡ് ടോക്സിസിറ്റിയുടെ ഏറ്റവും വലിയ ബിഗ് കോൺട്രിബ്യൂട്ടർ ആണ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പഡിൽ നമ്മൾ ഗ്രീൻ അമോണിയനെ കുറിച്ച് വന്നിട്ടുള്ളൊരു ഓപ്പഡുമാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. ദെൻ നമുക്ക് പ്രിലിം സ്നിപ്പറ്റ്സിൽ നമ്മുടെ കൗണ്ടർ ടെററിസം പോളിസി കൊണ്ടുവന്നിട്ടുണ്ട്, അതാണ് പ്രഹാർ എന്ന് പറയുന്നത്. ദെൻ രാഷ്ട്രപതി ഭവനിൽ സി രാജഗോപാലാചാരിയുടെ ഒരു സ്റ്റാച്യു അനാച്ഛാദനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം RRTS, അതുപോലെ തന്നെ സാറ്റലൈറ്റ്സ് ഫോൺസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഇത് നമ്മുടെ ഹിന്ദുവിൽ വന്നിട്ടുള്ള എഡിറ്റോറിയൽ ആണ്, സ്റ്റിക്ക് ടുഗദർ എന്ന് പറയുന്നത്. അത് ഇന്ത്യ ബ്രസീൽ ആ ഒരു ഗ്രൂപ്പിങ്ങിനെ കുറിച്ചാണ്. ഇന്ത്യയും ബ്രസീലും അവരുടെ ആ ഒരു ഗ്രൂപ്പിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യ ബ്രസീൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിംഗ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. അപ്പോൾ ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ഇനാഷ്യോ ലുവ ഡാ സിൽവ അദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്തിരുന്നു. അത് നമ്മുടെ ഇമ്പാക്ട് സമ്മിറ്റിന്റെ ഒക്കെ ഭാഗമായിട്ട് അദ്ദേഹം വന്നിരുന്നത്. then അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആയിട്ട് അദ്ദേഹം കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിരുന്നു. എന്നിട്ട് കുറച്ച് ട്രേഡ് കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. ട്രേഡ് ആൻഡ് എക്കണോമിക് കോർപ്പറേഷനെ കുറിച്ച് അവർ സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യ ബ്രസീൽ എഗ്രി ടു ഡബിൾ ബൈലാറ്ററൽ ട്രേഡ്, ഇപ്പോൾ ഉള്ള ട്രേഡിനെ ഡബിൾ ആക്കാനായിട്ടും അതുപോലെ ടു 30 ബില്യൺ ബൈ 2030 ആകുമ്പോഴത്തേക്കും ഇപ്പോൾ ഉള്ള ട്രേഡിനെ 30 ബില്യൺ ആയിട്ട് ഉയർത്താനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചു. അതിനുള്ള എഗ്രിമെന്റിലൊക്കെ എത്തിയിട്ടുണ്ട്. ദെൻ ബാക്കി എഗ്രിമെന്റിലേക്ക് വന്നിട്ടുള്ള മേഖല എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ മിനറൽസ്, സ്റ്റീല്, മൈനിങ്, ഡിജിറ്റൽ കോർപ്പറേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു മീറ്റിംഗിൽ അവർ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ മെയിൻ ഫോക്കസ്, ഈ ഒരു കോർപ്പറേഷന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് നമുക്കറിയാം ചൈനയാണ്. ഇപ്പോൾ ക്രിട്ടിക്കൽ മിനറൽസ് അതുപോലെ തന്നെ എല്ലാ മേഖലയിലും മുമ്പിട്ട് നിൽക്കുന്നത്. അപ്പൊ അതൊന്ന് കുറയ്ക്കുക, ഡൈവേഴ്സിഫൈങ് സപ്ലൈ ചെയിൻ ബിയോണ്ട് ചൈന, റെഡ്യൂസിങ് ഓവർ ഡിപ്പെൻഡൻസ്, ചൈനയുമായിട്ടുള്ള ഈ ഒരു ഓവർ ഡിപ്പെൻഡൻസ് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടാണ് ഈ ഒരു ട്രേഡ് ആൻഡ് കോർപ്പറേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ദെൻ പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഈ ഇന്ത്യ ബ്രസീൽ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയും ബ്രസീലും ട്രംപിന്റെ താരിഫ് ടെർമോയിലിൽ വന്നിട്ടുള്ള ഒരു കൺട്രിയാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും കൂടുതൽ താരിഫ് കൊടുത്തിട്ടുള്ള 2 കൺട്രീസ് ആണ്, ഒന്ന് ഇന്ത്യ, മറ്റൊന്ന് ബ്രസീൽ എന്ന് പറയുന്നത്. അതായത് 50% താരിഫാണ്, അറൌണ്ട് 50% താരിഫാണ് ഇന്ത്യക്കും ബ്രസീലിനും. അതായത് എല്ലാവരെക്കാളും ഏറ്റവും കൂടുതൽ താരിഫ് കൊടുത്തിട്ടുള്ളത് ഈ 2 കൺട്രീസ് ആണ്. ഇന്ത്യ ആൻഡ് ബ്രസീൽ വെർ റിപ്പോർട്ടഡ്ലി എമോങ് ദ കൺട്രീസ് ഫേസിങ് ഹൈ US താരിഫ്. അതുപോലെ തന്നെ വീണ്ടും എന്താണ്, താരിഫ് അഡീഷൻ കൂട്ടാനായിട്ടുള്ള ചാൻസും ഉണ്ട്. അതായത് ബ്രിക് റിലേറ്റഡ് ട്രേഡ്, ഇറാൻ ട്രേഡ്, റഷ്യൻ ഓയിൽ ഇമ്പോർട്ടൊക്കെ നമ്മൾ 2 കൂട്ടരും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള താരിഫ് കൂടുതലും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ US സുപ്രീം കോടതി അപ്പോൾ ഈ ഇടയ്ക്ക് 2-3 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ ഈ താരിഫിന് എതിരെ വിധിയൊക്കെ പറഞ്ഞു. എന്നാലും അദ്ദേഹത്തിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇന്നലെ ആദിത്യ സാറ് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു സുപ്രീം കോടതിയുടെ വിധി ഇതിനൊക്കെ മാറ്റും, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ റീജനറേഷൻ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു ഉണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ആൻഡ് ബ്രസീലിന്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റോൾ ഓഫ് ഗ്ലോബൽ സൗത്ത് അതുപോലെ തന്നെ മൾട്ടിലാറ്ററലിസം ആണ്. അപ്പൊ ഇന്ത്യ അതുപോലെ തന്നെ ബ്രസീൽ എംഫസൈസ് ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് മൾട്ടിലാറ്ററൽ ഗ്ലോബൽ ഓർഡർ, അതുപോലെ തന്നെ ഗ്രേറ്റർ വോയിസ് ഫോർ ഡെവലപ്പിംഗ് നേഷൻസ്, കോർഡിനേഷൻ റാദർ ദാൻ ഇൻഡിവിജ്വൽ ട്രേഡ് ഡീൽസ് വിത്ത് US കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യക്കും ഈ പറയുന്ന ബ്രസീലിനും ഈ പറയുന്ന ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞ ആ ഒരു ആശയത്തിനെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഗ്രേറ്റർ ഒരു വോയിസ് ആയിട്ടാണ് ഈ 2 കൺട്രീസും ഉയർന്ന് വരുന്നത് തന്നെ. അതുപോലെ തന്നെ ബോത്ത് കൺട്രീസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവര് ഈ കുറെ ഓർഗനൈസേഷനിലെ കീ മെമ്പേഴ്സ് ആണ്. അതായത് ബ്രിക്സ്, IBSA ഡയലോഗ് ഫോം, G4, അതുപോലെ തന്നെ ബയോഫ്യൂവൽ കോർപ്പറേഷൻ ഇനീഷ്യേറ്റീവ്സിലൊക്കെ കീ ആയിട്ടുള്ള മെമ്പർ കൺട്രീസ് ആണ് ബോത്ത് കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമുക്കൊരു സൗത്ത് കോർപ്പറേഷൻ അല്ലെങ്കിൽ ഗ്ലോബൽ ഗവർണൻസ് റീഫോം ഇതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് എനർജി ട്രാൻസിഷൻ, ഈ കാര്യങ്ങളിലൊക്കെ ഈ ഒരു 2 കൺട്രീസും തമ്മിലുള്ള ഒരു കോർപ്പറേഷൻ ഹെൽപ്പ് ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ആൻഡ് അറ്റ് ദ ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വാർണിംഗ് ആയിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കളക്റ്റീവായിട്ട് വേണം ഇതിനെ നേരിടാനായിട്ട് എന്നുള്ളൊരു കാര്യമാണ്. അതായത് വാഷിങ്ടണിനോട്, അമേരിക്കനോട് നെഗോഷിയേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കാതെ കളക്റ്റീവായിട്ട് എല്ലാവരും കൂടിയിട്ട് നിൽക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലാസ്റ്റ് ഒരു മെറ്റാഫർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇറ്റ് ഈസ് ഈസി ടു ബ്രേക്ക് എ സിംഗിൾ സ്റ്റിക്ക് ബട്ട് ഡിഫിക്കൽട്ട് ടു ബ്രേക്ക് എ ബണ്ടിൽ. അതായത് എന്താണ്, ഒരു സ്റ്റിക്കിനെ ഒടിച്ച് കളയാനായിട്ട് എളുപ്പമാണ്, പക്ഷെ ഒരു ബണ്ടിൽ ഓഫ് സ്റ്റിക്കിനെ ഒടിച്ച് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പം അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്റ്റീവ് ബാർഗൈനിങ് പവർ ഓഫ് ഡെവലപ്പിംഗ് നേഷൻ എന്ന് പറയുന്നത് എന്താണ്, സ്ട്രോങ്ങർ ആയിരിക്കും. അപ്പോൾ ബ്രസീൽ മാത്രമോ അല്ലെങ്കിൽ ഇന്ത്യ മാത്രമോ അങ്ങനെ ഡിഫറെൻറ്റ് കൺട്രീസ് ഓരോന്ന് അമേരിക്കയ്ക്കെതിരെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അവരെല്ലാവരും കൂടി നിന്നൊരു കളക്റ്റീവായിട്ട് അമേരിക്കയ്ക്കെതിരെ ഇവർ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വരും. അപ്പോൾ കളക്റ്റീവിസത്തിൽ നിൽക്കണം, സ്റ്റിക്ക് ടുഗദർ എന്നും പറഞ്ഞിട്ടാണ് ഇത് നിർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എഡിറ്റോറിയലിന് സ്റ്റിക്ക് ടുഗദർ എന്നുള്ള പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ദെൻ ഇത്രയും നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളൂ. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇന്ത്യ എ ബിഗ് കോൺട്രിബ്യൂട്ടർ ടു ഗ്ലോബൽ ടോക്സിസിറ്റി ബൈ പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സയൻസ് ആർട്ടിക്കിളാണ്. ഇപ്പോൾ ഹിന്ദുവിലെ സയൻസിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിളിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേൾഡിലെ തന്നെ പെസ്റ്റിസൈഡ് കോൺട്രിബ്യൂട്ടറിലെ ടോപ്പ് കോൺട്രിബ്യൂട്ടറാണ് ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്നു. റിപ്പോർട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, മേജർ സയൻറ്റിഫിക് ഫൈൻഡിങ് ദാറ്റ് ഇന്ത്യ ഈസ് അമോങ് ദ ടോപ്പ് കോൺട്രിബ്യൂട്ടർ ടു ഗ്ലോബൽ പെസ്റ്റിസൈഡ് ടോക്സിസിറ്റി, റൈസിങ് എൻവയോൺമെന്റൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് കൺസേൺസ്. ഈ ടോക്സിസിറ്റി കൂടുന്നത് സമയത്ത് എന്താണ്, എൻവയോൺമെന്റൽ കൺസേൺസും അതുപോലെ തന്നെ ഹെൽത്ത് കൺസേൺസും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് വെറുതെ പറയുന്നതല്ല. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജേണൽ സയൻസ് എന്ന് പറയുന്ന 2024 വന്നിട്ടുള്ള ഒരു ജേണലാണ്, സയൻസ് ജേണൽ 2024. അത് 1990 മുതൽ 2019 വരെയുള്ള ആ ഒരു ടോക്സിസിറ്റി ലെവൽ അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2030 ആകുമ്പോഴത്തേക്കും ഇന്ത്യയുടെ ആ ഒരു ടോക്സിസിറ്റി എന്ന് പറയുന്നത്, ഗ്ലോബൽ ടോക്സിസിറ്റിയുടെ 50% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യ ആണെന്നാണ് ആ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ അക്കൗണ്ട് ഫോർ അബൌട്ട് 50% ഓഫ് ഗ്ലോബൽ പെസ്റ്റിസൈഡ് ടോക്സിസിറ്റി. ഇന്ത്യ മാത്രമല്ല, ബാക്കി ടോപ്പായിട്ടുള്ള കോൺട്രിബ്യൂട്ടേഴ്സ് വരുന്നത് ചൈന, ബ്രസീൽ, US, ഇന്ത്യ ആണ് ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂട്ടർ. അതായത് ഇത്രയും കൺട്രീസിൻ്റെ മൊത്തം ടോട്ടൽ നോക്കുന്ന സമയത്ത് 70% ഗ്ലോബൽ പെസ്റ്റിസൈഡ്സ് ടോക്സിസിറ്റിയുടെ 70% ഈ പറയുന്ന ചൈന, ബ്രസീൽ, US ആൻഡ് ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ മെയിൻലി പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത് എന്തിലൊക്കെയാണ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മെയ്സ്, സോയാബീൻ, റൈസ് ആൻഡ് അതർ സെറൽസിലൊക്കെ നമ്മൾ ഈ ഒരു പെസ്റ്റിസൈഡ്സ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടേം ആണ് TAT എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ അപ്ലൈഡ് ടോക്സിസിറ്റിനെയാണ് നമ്മൾ TAT എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ അപ്ലൈഡ് ടോക്സിസിറ്റി എന്ന് പറയും. അതായത് ഇത് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, TAT മെഷർ ചെയ്യുന്നത് എത്രമാത്രം പെസ്റ്റിസൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ആ ഒരു പെസ്റ്റിസൈഡിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിൻ്റെ ടോക്സിസിറ്റി ലെവൽ നോക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പെസ്റ്റിസൈഡ്സിൻ്റെ ഇമ്പാക്ട്സ് ഓൺ സ്പീഷീസ്, ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് നോക്കുന്നത്. അതായത് TAT മെഷേഴ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് പെസ്റ്റിസൈഡ്സ് യൂസ്ഡ്, ടോക്സിസിറ്റി ലെവൽ ഓഫ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്, അതുപോലെ തന്നെ ഇമ്പാക്റ്റ് ഓൺ സ്പീഷീസ്, അതായത് പോളിനേറ്റേഴ്സ്, അക്വാട്ടിക് ലൈഫ്സ്, സോയിൽ ഓർഗാനിസം, ബേർഡ്സ്, മാമൽസ്, ഇതൊക്കെയാണ് നമ്മൾ TATയിൽ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു TATയുടെ സ്റ്റഡി ഫൗണ്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പെസ്റ്റിസൈഡ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സും ഹെർബിസൈഡ്സും എല്ലാം വരും. എല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഈ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പെസ്റ്റിസൈഡ്സിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ഈ ടോക്സിസിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇൻസെക്ടിസൈഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ഉറുമ്പിനെ കൊല്ലാനൊക്കെ വേണ്ടിയിട്ട് DDT ഒക്കെ ഇട്ടിട്ടുണ്ടിരുന്നില്ലേ, അതുപോലത്തെ കാര്യങ്ങളാണ് ഈ ഇൻസെക്ടിസൈഡ്സ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ടോക്സിസിറ്റിക്ക് കാരണമായിട്ടുള്ളത്. ആർത്രോപോഡ് സോയിൽ ഓർഗാനിസം ആണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആയിട്ടുള്ളത്. സോയിൽസിലുള്ള ഓർഗാനിസംസും ആർത്രോപോഡോ ആ സ്പീഷീസ് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഓർഗാനിസത്തിനാണ് ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു ടോക്സിക് കെമിക്കൽസ് എല്ലാം തന്നെ നമുക്ക് എയർ, വാട്ടർ, ക്രോപ്സ്, സോയിൽസിൽ, ഈവൻ നമ്മുടെ ടെമ്പിളിൽ കൊടുക്കുന്ന പ്രസാദത്തിൽ പോലും ഈ ഒരു പെസ്റ്റിസൈഡ്സിൻ്റെ അല്ലെങ്കിൽ ടോക്സിസിറ്റി എലമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ അത്രയും കണ്ടുപിടിക്കാനായിട്ട് പറ്റി എന്നാണ് പറയുന്നത്.
നമ്മൾ ഉപയോഗിക്കുന്ന പല മെറ്റീരിയൽസിലും ഈ പറയുന്ന പെസ്റ്റിസൈഡ്സിന്റെ എമൗണ്ട് ഉണ്ട്. അതായത് വാൾ പെയിന്റ്സ്, ചുമരിലടിക്കുന്ന പെയിന്റുകൾ, നമ്മുടെ ചന്ദനത്തിരി, അതുപോലുള്ളത് ഫർണിച്ചർ, എയർക്രാഫ്റ്റ്, ക്യാബിൻ സ്റ്റോർഡ് ഗ്രെയിൻസ്, ഈവൻ ടെമ്പിൾ പ്രസാദ്സിലൊക്കെ ഈ പറയുന്ന പെസ്റ്റിസൈഡ്സിന്റെ ടോക്സിസിറ്റി എമൗണ്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഗ്ലോബൽ ലെവലിൽ നോക്കുന്ന സമയത്ത് യുണൈറ്റഡ് നേഷൻ ബയോഡൈവേഴ്സിറ്റി കോൺഫറൻസ് 2022 പറഞ്ഞിട്ടുണ്ട് 2030 ആകുമ്പോഴത്തേക്കും 50% ഈ പറയുന്ന പെസ്റ്റിസൈഡ് റിസ്ക് റെഡ്യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ദ സ്റ്റഡി സജസ്റ്റ് ദാറ്റ് വേൾഡ് ഈസ് നോട്ട് എ ട്രാക്ക് ടു മീറ്റ് ദിസ് ഗോൾ. ഈ വേൾഡ് ഈ പറയുന്ന ഇത് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ട്രാക്ക് റെക്കോർഡിലൊന്നുമല്ല പോകുന്നത്. ദെൻ ഇന്ത്യക്ക് എന്തുകൊണ്ടാണ്, ഇപ്പോൾ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ടോപ്പ് കോൺട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞല്ലോ, അതിന് കാരണം ഉണ്ടാവില്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ ഹൈ കോൺട്രിബ്യൂട്ടർ ആയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ പെസ്റ്റിസൈഡ് യൂസ് ഹെവി ആണ്. ഹെവി പെസ്റ്റിസൈഡ്സ് യൂസ് ക്യാൻ ബി സീൻ ഇൻ റൈസ്, വീറ്റ്, കോട്ടൺ, സോയാബീൻ, മെയ്സ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. നമ്മൾ അഗ്രികൾച്ചർ ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസിലും, എല്ലാ സാധനങ്ങളിലും, കൃഷിക്ക് ഉപയോഗിക്കുന്ന എല്ലാ വിത്തുകളിലും, അല്ലെങ്കിൽ ഏത് ക്രോപ്സ് ആണോ ഉപയോഗിക്കുന്നത് എല്ലാ ക്രോപ്സിലും ഹെവി ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെഗുലേറ്ററി ചലഞ്ചസ് ആണ് നെക്സ്റ്റ് പ്രശ്നം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യ ഇപ്പോഴും സ്റ്റിൽ യൂസസ് ബാൻഡ് പെസ്റ്റിസൈഡ്സ്. ഇപ്പോൾ സെവറൽ വെസ്റ്റേൺ കൺട്രീസിൽ ബാൻ ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് ഇന്ത്യയിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അറൌണ്ട് 66 പെസ്റ്റിസൈഡ്സ് വേൾഡിൽ ബാൻ ചെയ്തതാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ആക്ട് എന്ന് പറയുന്നത് ഇൻസെക്ടിസൈഡ്സ് ആക്ട് 1968 ആണ്. ഇൻസെക്ടിസൈഡ് ആക്ട് 1968 ആണ് നമ്മൾ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാ ഈ വർഷം എന്ന് നോക്കണം, 2026 നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് 1968 ഇൻസെക്ടിസൈഡ് ആക്ട് ആണ്. അപ്പൊ അതെന്താണ്, ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പൊ ഈ റെഗുലേഷൻ ചലഞ്ചസും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റീഫോം എന്ന് പറയുന്നത് സ്ലോ ആയിട്ടാണ് നമ്മൾ നടക്കുന്നത്. ഇപ്പൊ നമ്മൾ പുതിയ പെസ്റ്റിസൈഡിന് വേണ്ടിയിട്ട് പെസ്റ്റിസൈഡ് മാനേജ്മെന്റ് ബിൽ 2025 കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ 1968 റീപ്ലേസ് ചെയ്യാനായിട്ടുള്ളതാണ്. പക്ഷെ അതൊക്കെ ഭയങ്കര സ്ലോ പ്രോഗ്രസ്സിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ റിസ്ക് റിഡക്ഷൻ ആൻഡ് സേഫർ ബയോളജിക്കൽ ഓൾട്ടർനേറ്റീവിനെയാണ് ഈ പറയുന്ന പുതിയ ബില്ല് ഫോക്കസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് ഇന്ത്യയാണ് ടോപ്പ് കോൺട്രിബ്യൂട്ടർ, ബാക്കി ഏതൊക്കെയാണ് പെസ്റ്റിസൈഡിൽ ടോപ്പ് കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നു. ഓവറോൾ 70% ഇത്തരം കൺട്രീസ് തന്നെ വരുന്നുണ്ട്. തന്നെ എവിടെയൊക്കെ മീറ്റ് ചെയ്യുന്നു, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവുന്നു എന്നുള്ള കാര്യങ്ങൾ, ഇന്ത്യ എന്തുകൊണ്ട് ടോപ്പ് കോൺട്രിബ്യൂട്ടർ ആവുന്നു എന്നൊക്കെ പറഞ്ഞു. ആൻഡ് ലാസ്റ്റ് ഇവിടെ ഒരു ബുക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് റേച്ചൽ കാഴ്സന്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. 1962 റിലീസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. കാരണം ഈ ഒരു സൈലന്റ് സ്പ്രിംഗ് ഇറങ്ങിയപ്പോഴാണ് DDT-നെ കുറിച്ചുള്ളത്. അതായത് DDT പോലുള്ള പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്ന സമയത്ത് അത് എത്രമാത്രം എൻവയോൺമെന്റിനെ ഹാം ആവുന്നുണ്ട് എന്ന് നമുക്കൊരു സ്റ്റഡി ഫസ്റ്റ് വരുന്നത് ഈ ഒരു ബുക്കിലാണ്. ഈ ഒരു ബുക്ക് വന്നതിന് ശേഷമാണ് നമ്മുടെ കൺട്രിയിൽ, വേൾഡിൽ ആദ്യമായിട്ട് ഒരു എൻവയോൺമെന്റൽ കോൺഫറൻസ്, നമ്മുടെ ഹ്യൂമൻ എൻവയോൺമെന്റൽ ആയിട്ടുള്ള UNHCR ഇതോ പറയുന്ന ഈ ഒരു കൺവെൻഷനൊക്കെ വരുന്നത് ഇതിന് ശേഷം ആണ്. അപ്പൊ അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് വി ആർ ഗോയിങ് ടു ലിവ് സോ ഇന്റിമേറ്റ്ലി വിത്ത് ദീസ് കെമിക്കൽസ്, ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ദം, taking them into the very marrow of our bone, we had better know something about the power of the who's who of pesticides എന്നാണ്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് നോക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ഇന്നത്തെ ഹിന്ദുവിൽ വന്നിട്ടുള്ള ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ്. ഈ ഒപ്പീനിയൻ ആസച്ച് നമുക്ക് ആവശ്യം ഇല്ല, കാരണം ഇതിനകത്ത് കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ട്. ബട്ട് ഈ ഗ്രീൻ അമോണിയ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് പ്രിലിംസിലും മെയിൻസിലൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗ്രീൻ അമോണിയ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ ആസച്ച് ഒപ്പഡ് ഫുള്ള് പറയുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ടത് ഗ്രീൻ അമോണിയനെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ ഗ്രീൻ അമോണിയ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ്ഡ് ബൈ കമ്പൈനിങ് നൈട്രജൻ വിത്ത് ഹൈഡ്രജൻ. നൈട്രജനും അതുപോലെ തന്നെ ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഗ്രീൻ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഗ്രീൻ ഹൈഡ്രജനെ നമ്മൾ ഇലക്ട്രോലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ നൈട്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നൈട്രജനെ ഇലക്ട്രോലിസിസ് എന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അറ്റ്മോസ്ഫിയറിലെ ഹൈഡ്രജനെ
ഗ്രീൻ ഹൈഡ്രജനെയും അറ്റ്മോസ്ഫിയറിൽ നൈട്രജനും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഗ്രീൻ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ ഫോസിൽ ഫ്യൂവൽസിൽ നിന്നൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അമോണിയ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഗ്രേ അമോണിയ എന്നാണ് പറയുന്നത്. ഗ്രീൻ അമോണിയ ഓൺ ദ അതർ ഹാൻഡ് ഡസ് നോട്ട് എമിറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്. ഗ്രീൻ അമോണിയയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇതിൻ്റെ കാർബൺ ഡൈ എമിഷൻസ് എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണ്. കാർബൺ ഡൈ എമിഷൻ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഗ്രീൻ അമോണിയ നമ്മൾ ഫെർട്ടിലൈസേഴ്സ്, സ്റ്റിപ്പിംഗ് ഫ്യൂവൽ, പവർ ജനറേഷൻ, ഇൻഡസ്ട്രിയൽ ഡീകാർബണൈസേഷൻ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഗ്രീൻ അമോണിയയുടെ പ്രൊഡക്ഷൻ പ്രോസസ്സാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ വാട്ടറിൽ ഇലക്ട്രോലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് ഗ്രീൻ ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ആ വാട്ടർ ഡീകമ്പോസ്ഡ്, വാട്ടറിൽ എന്താണ്, വാട്ടറിൽ H2 ആണ് വാട്ടറിലുള്ളത്. അപ്പോൾ H2നെ നമ്മൾ ഇലക്ട്രോലിസിസിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ നമുക്ക് ഈ H2 ഈ ഓക്സിജനും വേറെ വേറെ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഹൈഡ്രജന് എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിലെ നൈട്രജനുമായിട്ട് നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഗ്രീൻ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹൈഡ്രജനെയും നൈട്രജനെയും കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹേബർ ബോഷ് സിന്തസിസ് എന്ന് പറയുന്നത്. വിച്ച് അലൗസ് ഹൈഡ്രജൻ ആൻഡ് നൈട്രജൻ ടു റിയാക്ട് അറ്റ് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് ഫോം അമോണിയ. അങ്ങനെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഗ്രീൻ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നു യൂസിങ് ഗ്രീൻ ഹൈഡ്രജൻ ആൻഡ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. ഈ ഒരു ഗ്രീൻ അമോണിയയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ 100% റിന്യൂവബിൾ ആൻഡ് കാർബൺ ഫ്രീ ആണ് ഗ്രീൻ അമോണിയ എന്ന് പറയുന്നത്. ദെൻ ഗ്രീൻ അമോണിയയുടെ ആപ്ലിക്കേഷൻസ് വരുന്നത് പ്രൊഡക്ഷൻ ഓഫ് അഗ്രികൾച്ചർ ഫെർട്ടിലൈസേഴ്സ് ആസ് അമോണിയ ഈസ് ആൻ എസെൻഷ്യൽ സോഴ്സ് ഓഫ് നൈട്രജൻ ഫോർ പ്ലാന്റ് ഗ്രോത്ത്. ദെൻ റോ മെറ്റീരിയൽസ് യൂസ്, ഈ പറയുന്ന കെമിക്കൽ പ്രോഡക്ട്സ് സച്ച് ആസ് നൈട്രിക് ആസിഡ്, സിന്തറ്റിക് ഫൈബർ, എക്സ്പ്ലോസീവ് ഡൈ, ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ഒക്കെ റോ മെറ്റീരിയലായിട്ട് ഈ ഒരു ഗ്രീൻ അമോണിയ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഫ്യൂവൽസ് ഫോർ എൻജിൻ, അതായത് ലോക്കോമോട്ടീവ്, ഷിപ്പിംഗ്, ഇതിനൊക്കെ ഒരു ഫ്യൂവലായിട്ട്, എൻജിൻ ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. റീപ്ലേസിംഗ് ഡീസൽ ആൻഡ് മറൈൻ ഫ്യൂവൽ ഓയിൽ. അതുപോലെ തന്നെ ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഫ്യൂവൽ സോഴ്സ് ഫോർ ഇലക്ട്രിസിറ്റി, പവർ ജനറേഷനൊക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കി ഇത്രയും ആർട്ടിക്കിൾ വായിക്കേണ്ട ആവശ്യമൊന്നും ഇതിനകത്തില്ല. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് കൗണ്ടർ ടെറർ പോളിസി പ്രഹാർ അൺവെയിൽ ചെയ്തു എന്നുള്ളൊരു ന്യൂസാണ്. അപ്പോൾ പ്രഹാർ എന്ന് പറയുന്നത് ടെററിസത്തിനെതിരെ ഇന്ത്യയുടെ ഫസ്റ്റ് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള കൗണ്ടർ ടെററിസം പോളിസിയാണ് പ്രഹാർ എന്ന് പറയുന്നത്. എയിംഡ് ടു സ്ട്രെങ്തൻ നാഷണൽ സെക്യൂരിറ്റി ത്രൂ കോർഡിനേറ്റർ ഇന്റലിജൻസ് ഡ്രിവൺ ഫ്രെയിംവർക്ക് ആണ്. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് ഇത് അനൗൺസ് ചെയ്തത്. ഇതിന്റെ കോർ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പോളിസിയുടെ എയിം എന്ന് പറയുന്നത് ഡിനൈ ടെററിസ്റ്റ് ഫിനാൻഷ്യസ് ആൻഡ് സപ്പോർട്ടേഴ്സ് ആക്സസ് ടു ഫണ്ട്സ്, വെപ്പൺ, സേഫ് ഹാബിറ്റ്സ്. അതായത് ടെററിസ്റ്റുകൾക്ക് എന്താണ് ഫണ്ട്, വെപ്പൺസ്, കാര്യങ്ങളൊക്കെ കിട്ടണമല്ലോ. അപ്പോൾ അതിനെ ഡിനൈ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ദെൻ പ്രിവെന്റ് എക്സ്ട്രീമിസ്റ്റ് വയലൻസ് ത്രൂ സീറോ ടോളറൻസ് ആൻഡ് ഇന്റലിജൻസ് ലീഡ് കോർഡിനേഷൻ. എക്സ്ട്രീം വയലൻസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യുക, അത് ഉപയോഗിക്കുന്നത് സീറോ ടോളറൻസ് അതുപോലെ തന്നെ ഇന്റലിജന്റ് ലീഡ് കോർഡിനേഷൻ വഴിയാണ് നമ്മളിത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അഡ്രസ് ത്രെഡ്സ് ബോത്ത് വിത്തിൻ ഇന്ത്യ ആൻഡ് ഫോറിൻ സോയിൽ, അതായത് ഇന്ത്യൻ സോയിലും അപ്പുറത്ത് വേറെ ഫോറിൻ കൺട്രിയിലും ഇന്ത്യക്കെതിരെയും അതുപോലെ തന്നെ വേൾഡിനെതിരെയുള്ള ഈ ഒരു ടെററിസം കാര്യത്തിനെ കൗണ്ടർ ചെയ്യുക അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് പോളിസിയുടെ എയിം ഒക്കെ വരുന്നത്. ആൻഡ് ഈ ഒരു പ്രഹാർ വരുന്നത് ഒരു 7 പില്ലേഴ്സ് ആണ്. ഈ ഒരു പ്രഹാർ എന്ന് പറയുന്ന സ്ട്രാറ്റജി നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് 7 പില്ലേഴ്സിലാണ്. ഒന്നെന്ന് പറയുന്നത് പ്രിവെൻഷൻ, അതായത് പ്രിവെൻഷൻ ഓഫ് ടെറർ അറ്റാക്ക് ആണ് ഫസ്റ്റ് പില്ലറിൽ വരുന്നത്. രണ്ടാമത്തത് സ്വിഫ്റ്റ് എന്ന് പറയും, കോർഡിനേറ്റഡ് ആൻഡ് റെസ്പോൺസ് ടു എക്സ്ട്രീം വയലൻസ്. സ്വിഫ്റ്റ് കോർഡിനേറ്റഡ് ടു എക്സ്ട്രീം വയലൻസിനെതിരെയുള്ള കോർഡിനേഷൻ, സ്വിഫ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കാര്യങ്ങളാണ് വരുന്നത്. തേർഡ് വരുന്നത് എൻഹാൻസിങ് ഇന്റേണൽ കപ്പാസിറ്റീസ് ഓഫ് ഏജൻസീസ്. ഇന്റേണൽ ഏജൻസിയുടെ കപ്പാസിറ്റീസിനെ എൻഹാൻസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആർമി, നേവി, ഇന്റലിജൻസ്, IB പോലുള്ള ഓർഗനൈസേഷൻസിൻ്റെ ഒക്കെ കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളതാണ്. ദെൻ ഫോർത്ത് വരുന്നത് അപ്ഹോൾഡിങ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് റൂൾ ഓഫ് ലോ. ഫിഫ്ത്ത് കൗണ്ടറിങ് റാഡിക്കലൈസേഷൻ. അതുപോലെ തന്നെ സിക്സ്ത് വരുന്നത് അലൈനിങ് വിത്ത് ഗ്ലോബൽ കറന്റ് ടെറർ ഇഫേർട്ട്. അതുപോലെ തന്നെ സെവൻത്ത് വരുന്നത് റിക്കവറി ആൻഡ് റെസിലിയൻസ് ത്രൂ എ വോൾ ഓഫ് സൊസൈറ്റി അപ്രോച്ച് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും 7 പില്ലേഴ്സ് ആണ്, 7 പില്ലേഴ്സ് ആണ്
പ്രഹാറിന്റെ അണ്ടറിൽ വരുന്നത്. ഇത് നോട്ട് ചെയ്ത് വെക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഈ ഒരു ഇതിനകത്ത് സെക്യൂരിറ്റി കൺസേൺസ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പോളിസി ഫ്രെയിം ചെയ്തേക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെന്ന് പറയുന്നത് ടെററിസ്റ്റ് ഗ്രൂപ്പ്സ് ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. ഹൈ ടെക്നോളജിക്കൽ അഡ്വാൻസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അതായത് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഡാർക്ക് വെബ് നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, ആൻഡ് ക്രിപ്റ്റോ കറൻസി വാലറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ റിക്രൂട്ട്മെന്റ്സ്, ഡ്രോൺ ആൻഡ് റോബോട്ടിക് അറ്റാക്സ് ഒക്കെ ഇവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ടെക്നോളജി വൈസ് ഇവർ നല്ല രീതിയിൽ ടെററിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്ക് മറികടക്കേണ്ടതായിട്ടുണ്ടല്ലോ. ദെൻ ഓർഗനൈസ്ഡ് ക്രൈം നെക്സസ്, ടെറർ ഗ്രൂപ്പ് യൂസിങ് ക്രിമിനൽ നെറ്റ്വർക്ക് ഫോർ ലോജിസ്റ്റിക്സ്, ഫണ്ടിങ് ആൻഡ് റിക്രൂട്ട്മെന്റിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ റിസ്ക് ഓഫ് ആക്സസ് ടു CBRNED മെറ്റീരിയൽസ്, അതായത് കെമിക്കൽ, ബയോളജിക്കൽ, റേഡിയോളജിക്കൽ, ന്യൂക്ലിയർ, എക്സ്പ്ലോസീവ് ആൻഡ് ഡിജിറ്റൽ മെറ്റീരിയൽസിന്റെ ആക്സസ് എന്ന് പറയുന്നത് ഇവർക്ക് കൂടുതലാണ്. ദെൻ സൈബർ അറ്റാക്സ് ബൈ ക്രിമിനൽ ഹാക്കേഴ്സ് ആൻഡ് ഹോസ്റ്റൈൽ സ്റ്റേറ്റ് ആക്ടേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഡയമെൻഷൻ നോക്കുന്ന സമയത്ത് ടെറർ കോൺസ്പിറൻസീസ് ഓഫൺ ഒറിജിനേറ്റഡ് ഫ്രം ഫോറിൻ സോയിൽസ് ആണ്. അപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുന്നു, ഫോറിൻ സോയിൽസിലായിട്ടുള്ള ടെററിസവും നമ്മൾ നിർത്തണം, അല്ലെങ്കിൽ അതിനെ തടയണം, പ്രിവെന്റ് ചെയ്യണം. ഇപ്പോൾ കോൺസ്പിറൻസീസ് പലപ്പോഴും ഇന്ത്യയിൽ വെച്ചല്ല നടക്കുന്നത്, ഫോറിൻ സോയിൽസിലൊക്കെയാണ് വരുന്നത്. ഇന്ത്യ ഹാസ് ഫേസ്ഡ് ക്രോസ് ബോർഡർ ടെററിസം, ഇന്ത്യക്ക് ക്രോസ് ബോർഡർ ടെററിസം നല്ല രീതിയിൽ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാന്റെ സൈഡിലായാലും ഇപ്പം ബംഗ്ലാദേശിന്റെ സൈഡിലായാലും ഈ പറയുന്ന ക്രോസ് ബോർഡർ ടെററിസം നമ്മൾ ഫേസ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ആവശ്യമാണ്. ദെൻ സം കൺട്രീസ് അലൈക്ലി യൂസ് ദി ടെററിസം ആസ് ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായത് ചില കൺട്രികൾ എന്താണ് ടെററിസത്തിനെ അവരുടെ ഒരു സ്റ്റേറ്റ് പോളിസി ആയിട്ട് ഉപയോഗിക്കുന്നു എന്ന് ഒരു കൺട്രിയുടെയും പേര് പറയാതെ ഗവൺമെന്റ് ഇവിടെ പറയുന്നുണ്ട്. സോ ഇന്ത്യ റിറ്റീരിയേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ ടോളറൻസ് അഗെയിൻസ്റ്റ് ടെററിസം ആണ്. ആൻഡ് ടെററിസം കനോട്ട് ബി ജസ്റ്റിഫൈഡ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, എത്നിസിറ്റി ഓർ സിവിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഇത് കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓവറോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 9 പേജ് ഡോക്യുമെന്റ് ആണ്. ഔട്ട്ലൈൻ ദ ത്രെഡ് പ്രൊഫൈൽ, സ്ട്രാറ്റജി ആൻഡ് വേ ഫോർ. It states India faces terrorism threats across water, land and air. Policy highlights risk from state and non-state actors including sponsored terrorism from across border. Names Al-Qaeda, IS as a global group targeting India through sleeper cells. It flags the use of drones, social media, encryption, dark web and crypto wallet by terror groups. It addresses the threat to critical sectors. It aimed to criminalize all terror acts and deny terrorists access to funds, weapons and safe havens എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് പറയാനായിട്ട് ഉള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സി രാജഗോപാലാചാരിനെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് ഗവർണർ ജനറൽ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബസ്റ്റ് നമ്മൾ രാഷ്ട്രപതി ഭവനിൽ അൺവീൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പ്രസിഡന്റ് ദ്രൗപദി മുർമു അൺവീൽഡ് ദ ബസ്റ്റ് ഓഫ് സി രാജഗോപാലാചാരി. അദ്ദേഹത്തിനെ നമ്മൾ രാജാജി എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രപതി ഭവനിൽ അത് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ രാജഗോപാലാചാരിയുടെ ഈ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഓൺലി ഇന്ത്യൻ ഗവർണർ ആണ് രാജഗോപാലാചാരി എന്ന് പറയുന്നത്. ഫ്രം 1948 to 15 ആണ് അദ്ദേഹം ഗവർണർ ജനറൽ ആയിട്ടിരുന്നത്. അതുപോലെ തന്നെ ഒരു ഫ്രീഡം ഫൈറ്റർ ആണ്. ഈസ് എ ഫ്രീഡം ഫൈറ്റർ അസോസിയേറ്റഡ് വിത്ത് മഹാത്മാഗാന്ധി ആണ്. ആൻഡ് ദ ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ബിഫോർ പോസ്റ്റ് വാസ് അബോളിഷ്ഡ് വെൻ ഇന്ത്യ ബിക്കം റിപ്പബ്ലിക് ഇൻ 1950. ഇന്ത്യ ആ ഒരു ഗവർണർ ജനറൽ എന്ന് പറയുന്ന പോസ്റ്റ് അബോളിഷ് ചെയ്യുന്നതിന് മുമ്പ്, ഇന്ത്യൻ റിപ്പബ്ലിക് ആവുന്നതിന് മുമ്പ് ഉള്ള ലാസ്റ്റ് ഗവർണർ ജനറൽ ആണ്. ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ജനറൽ ആണ്. അതുപോലെ തന്നെ ആൻഡ് ദ ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ഈ പറയുന്ന രാജഗോപാലാചാരി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മുമ്പ് ഉണ്ടായിരുന്നത് എഡ്വിൻ ലുട്ടീൻസിന്റെ ആയിരുന്നു, ആർക്കിടെക്ട് ഓഫ് ന്യൂഡൽഹിയുടെ ആ ഒരു ബസ്റ്റ് ആയിരുന്നെങ്കിൽ അതിനെ റിമൂവ് ചെയ്തിട്ടാണ് ഇപ്പോൾ രാജഗോപാലാചാരിയുടെ ബസ്റ്റ് വെച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഒരു പ്രോസസ് ഒക്കെ എന്ന് പറയുന്നത് ഒരു ഈ ഇങ്ങനെ ഇപ്പൊ എന്താ പറയാ ഇംഗ്ലീഷ് ആർക്കിടെക്ചേഴ്സിന്റെ
സ്റ്റാച്യൂസ് മാറ്റുക, പിക്ചേഴ്സ് മാറ്റുക, ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു സിംബോളിസം ആണ്. അതായത് മെന്റൽ ഡീകോളനൈസേഷൻ എന്ന് പറയുന്ന ഒരു സിംബോളിസത്തിന്റെ ഭാഗമാണ്. ദ മൂവ് ഈസ് ബീങ് ഡിസ്ക്രൈബ്ഡ് ആസ് പാർട്ട് ഓഫ് മെന്റൽ ഡീകോളനൈസേഷൻ. അതായത് കൊളോണിയൽ സിംബൽസും സിഗ്നൽസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ അതിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഷെഡിങ് കൊളോണിയൽ സിംബൽസ് ആൻഡ് റീസ്റ്റോറിങ് ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ ഐക്കൺസ് ആണ്. അതിനാണ് നമ്മൾ മെന്റൽ ഡീകോളനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രസിഡന്റ് മുർമു ഈ ഒരു ഫംഗ്ഷനിൽ വെച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ വാസ് ഫോർമലി എ ഡൊമിനിയൻ ആഫ്റ്റർ 1947. രാജാജി സിംബലൈസ്ഡ് ഇന്ത്യ സോവറിൻ ഇൻ സ്പിരിറ്റ്. ഹി പ്രൊമോട്ടഡ് ഇന്ത്യൻ കൾച്ചറൽ ഐഡന്റിറ്റി ഇൻ ഒഫീഷ്യൽ സ്പേസസ് എന്നുള്ളതാണ്. ദെൻ നമുക്കിപ്പോൾ നോക്കുന്ന സമയത്ത് 2002 മുതൽ നോക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഈ ഒരു മെന്റൽ ഡീകോളനൈസേഷന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ രാജ്പഥിന്റെ പേര് മാറ്റി 2022 അത് കർത്തവ്യപഥാക്കി മാറ്റി. അതുപോലെ തന്നെ ദർബാർ ഹാളിന്റെ പേര് മാറ്റി ഗന്ധാര മണ്ഡപെന്നും അശോക് ഹാളിന്റെ പേര് മാറ്റി അശോക് മണ്ഡപെന്നും ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രന്ഥ് ഖുദർ എന്ന് പറയുന്ന ഒരു വായനശാല നമ്മൾ പ്രീവിയസ് ഒരു 2-3 മാസം മുമ്പ് ജനുവരിയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തിരുന്നു. അതായത് ഡെഡിക്കേറ്റഡ് ലൈബ്രറി ആണ് രാഷ്ട്രപതി ഭവനിൽ. 2300 ബുക്സ്, അതായത് മാൻസ്ക്രിപ്റ്റ്, അതായത് ഇന്ത്യൻ മാൻസ്ക്രിപ്റ്റ് ബുക്ക്, രാമായണ മഹാഭാരത അതുപോലെ തന്നെയുള്ള പുരാണാസ്, ഇന്ത്യൻ മാൻസ്ക്രിപ്റ്റുകളാണ് അതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ പോർട്രേറ്റ്സ് ഓഫ് ബ്രിട്ടീഷ് ADCസിനെ റിമൂവ് ചെയ്തിട്ട് 21 പോർട്രേറ്റ്സ് ഓഫ് പരംവീർ ചക്ര അവാർഡീസിന്റെ ഫോട്ടോസ് ഒക്കെ കൊണ്ടുവന്നു. അതായത് ഒരു മാസം മുമ്പ് ജനുവരിയിൽ സ്പീച്ചസ് ഓഫ് ലോർഡ് കേഴ്സൺ, അതുപോലെ തന്നെ ഒറിജിനൽ വർക്ക്സ് ഓഫ് വില്യം ഹൊഗ്രാത്തിൻ രാഷ്ട്രപതി ഭവൻ ലൈബ്രറി ഒക്കെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുരാണാസ്, വേദാസ്, ഉപനിഷത്ത്, അതുപോലെ തന്നെ അതർ ആൻഷ്യൻ മാൻസ്ക്രിപ്റ്റും ബുക്കൊക്കെ അവിടെ കൊണ്ടുവന്നു. അതായത് ഇന്ത്യയുടെ കൾച്ചർ അതുപോലെ തന്നെ ട്രഡീഷൻസ് ഒക്കെ വരുന്ന രീതിയിലുള്ള ബുക്കുകളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ രാജാജിനെ കുറിച്ച് മൻ കി ബാത്തിൽ പ്രൈം മിനിസ്റ്റർ മോദി സംസാരിച്ചിരുന്നു. അനൗൺസ്ഡ് ദ മൂവ് ആൻഡ് ഡിസ്ക്രൈബ്ഡ് ഇറ്റ് ആസ് എ മെഷർ ടു വേർഡ്സ് ഫ്രീഡം ഫ്രം മെന്റാലിറ്റി ഓഫ് സ്ലേവറി. അതായത് ഇപ്പോഴും ഈ കൊളോണിയൽ ആയിട്ടുള്ള ആളുകളുടെ പിക്ചേഴ്സ് വെക്കുക അല്ലെങ്കിൽ ഈ സ്റ്റാച്യൂസ് വെക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും മെന്റാലിറ്റി ഓഫ് സ്ലേവറി ഉള്ളത് കൊണ്ടാണ്. അപ്പം അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ മാറ്റുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് ശ്രീ രാജഗോപാലാചാര്യനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അദ്ദേഹം ചക്രവർത്തി രാജഗോപാലാചാരി എന്നാണ് ശ്രീ രാജഗോപാലാചാര്യയുടെ പേര് പറയുന്നത്. 1878 ഡിസംബർ 10 തൊറാപ്പള്ളി ഇൻ തമിഴ്നാടുവിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ആൻഡ് ഗാന്ധിജിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളാണ്. ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റർ ആണ്. ദെൻ റൗലത്ത് ആക്ടിന് എതിരെയുള്ള മൂവ്മെന്റുകൾ, അജിറ്റേഷൻസിലും നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്, വൈക്കം സത്യാഗ്രഹ, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. and activities between 1912 and 1947, result of which he has jailed 5 times. 5 പ്രാവശ്യം ജയിലിൽ കിടന്നിട്ടുണ്ട്. And elected to Constituent Assembly from Madras on Congress Party ticket. And in the assembly he intervened on the issues of religious freedom and citizenship. 1954 ഭാരത് രത്ന കൊടുത്തിരുന്നു. ആൻഡ് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ മഹാഭാരത, രാമായണ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്തിരുന്നു. ആൻഡ് ചക്രവർത്തി തിരുമങ്കൻ എന്ന് പറയുന്ന തമിഴിൽ എഴുതിയൊരു ബുക്കും അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റിംഗ്സ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് രാജാജീനെ കുറിച്ച് നോക്കാനായിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് RRTSനെ കുറിച്ചാണ്. അതായത് നമ്മുടെ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ആണ് RRT എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഫസ്റ്റ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം, അതായത് RRTനെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനോഗ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ RRTS എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഹൈ സ്പീഡ് ഹൈ ഫ്രീക്വൻസി റീജിയണൽ ട്രാൻസിറ്റ് സിസ്റ്റത്തിനെയാണ് RRT എന്ന് പറയുന്നത്. അതായത് കണക്റ്റഡ് ടു സിറ്റീസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ, അതായത് മെട്രോപൊളിറ്റൻ റീജിയൻസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെയിൽ കണക്ടിവിറ്റി സിസ്റ്റമാണ് RRT എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ മെട്രോ സിസ്റ്റത്തിനേക്കാളും ഫാസ്റ്റർ ആണ് ഈ പറയുന്ന RRT എന്ന് പറയുന്നത്. ഫാസ്റ്റർ ദാൻ മെട്രോ സിസ്റ്റം ആൻഡ് മെന്റ് ഫോർ ഇന്റർ സിറ്റി കമ്മ്യൂണിറ്റി. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാസിറ്റി ആണ്. ഇത് ഇന്റർസിറ്റി തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ആൻഡ് ഇതിന്റെ ലെങ്ത് വരുന്നത് 82 കിലോമീറ്റേഴ്സ് ആണ്. ആൻഡ് മീററ്റ് നമോ ഭാരത് കോറിഡോർ എന്നാണ് ഇതിന്റെ പേരൊക്കെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് 30,000 crore ആണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത്. ട്രാവൽ ടൈം എന്ന് പറയുന്നത് ലെസ് ദാൻ 1 hour, അതായത് ഡൽഹി ടു മീററ്റ് വരെ പോകാനായിട്ട് 1 മണിക്കൂറിനുള്ളിൽ
അണ്ടർ 1 hour പോയിട്ട് വരാൻ പറ്റുമെന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 160 to 180 km/h ആണ് ഉദ്ദേശിക്കുന്നത്. 16 സ്റ്റേഷൻസ് ആണുള്ളത് ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ ഓപ്പറേഷണൽ സ്ട്രെച്ച് കാര്യങ്ങൾ അത് നമുക്ക് ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ആൻഡ് RRT വിസസ് മെട്രോ നോക്കുന്ന സമയത്ത് ഇന്റർസിറ്റി ആണ് RRT. മെട്രോ എന്ന് പറയുന്നത് ഇൻട്രാ സിറ്റി ആണ് കണക്ടിവിറ്റി വരുന്നത്. ആൻഡ് ഒരു മെട്രോന്റെ സ്പീഡ് എന്ന് പറയുന്നത് 160 to 180 km/h ആണെന്നുണ്ടെങ്കിൽ RRTയുടെ സ്പീഡ് വരുന്നത് 160 to 180 km/h ആണ്. അതേസമയം മെട്രോ എന്ന് പറയുന്നത് 80 to 120 km/h ആണ് മെട്രോ വരുന്നത്. ആൻഡ് ഒരു മെട്രോ ഉണ്ടാവുന്നത് 1 കിലോമീറ്ററിന് ഇടയിലാണ് ഒരു മെട്രോ സ്റ്റേഷൻ എങ്കിൽ RRT വരുന്നത് 10 കിലോമീറ്റർ കൂടുമ്പോഴാണ് ഒരു RRT സ്റ്റേഷൻ ഉണ്ടാവുന്നത്. ആൻഡ് ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 to 10 minutes, ഒരു സ്റ്റേഷനിലേക്ക് പോകാനായിട്ടൊരു 5 to 10 minutesനുള്ളിൽ ആണ് ഇതിന്റെ ഒരു ഫ്രീക്വൻസി കാര്യങ്ങളൊക്കെ വരുന്നത്. ആൻഡ് ഇതിന്റെ പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്നത് നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ റീജിയണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ NCRTC ആണ്. ഇതെന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഡൽഹി, ഹരിയാന, UPയുടെ ഒരു ജോയിന്റ് വെഞ്ചർ ആണ്. ഇനി ഫ്യൂച്ചറിലേക്ക് വരുന്നത് ഡൽഹി അൽവാർ കോറിഡോർ വരുന്നുണ്ട്, ഡൽഹി പാനിപ്പത്ത് കോറിഡോർ വരുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്പാൻഷൻ അക്രോസ് NCR റീജിയൻ ഒക്കെയാണ് വരുന്നത്. അതായത് നമോ ഭാരത് റെയിൽ ബേസ്ഡ് ഹൈ സ്പീഡ് ഹൈ ഫ്രീക്വൻസി ട്രാൻസിറ്റ് സിസ്റ്റം ആണ് RRTS എന്ന് പറയുന്നത്. സ്പീഡ് 180 km/h ആണ്. ആവറേജ് സ്പീഡ് 90 km/h ആണ്. 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഓരോ സ്റ്റേഷൻസ് ഉണ്ടാവുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇതിനകത്ത് ഓർത്തിരിക്കണം. പിന്നെ വേൾഡിലെ തന്നെ 3rd largest നെറ്റ്വർക്ക് ആണ് ഇന്ത്യയുടെ വരുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടി നോക്കി വെക്കേണ്ടതാണ്. ആൻഡ് ഇത് പ്രൊജക്റ്റ് ടോട്ടൽ ക്രോസ് കാര്യങ്ങൾ 1 hour 84 km റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം കോറിഡോർ ഫ്രം ഡൽഹി ടു മീററ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയുള്ളൂ. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മൾ നോക്കുന്നത് സാറ്റലൈറ്റ് ഫോൺസിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ സെക്യൂരിറ്റി ഏജൻസീസ് കുറച്ച് കൺസേൺസ് പറഞ്ഞിരുന്നു. അതായത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസിന്റെ പ്രസൻസ് ഇന്ത്യൻ വാട്ടറിൽ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിക്ക് എന്താണ് പൊട്ടൻഷ്യൽ ത്രെറ്റ് ആണെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അലേർട്ട് ഓൺ ഇല്ലീഗൽ യൂസ് ഓഫ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഇൻ ഇന്ത്യൻ വാട്ടേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് ഇഷ്യൂസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതോറിറ്റീസ് റിപ്പോർട്ടഡ് വെസൽസ് ആൻഡ് ക്രൂ ക്യാരിയിങ് അൺഡിക്ലെയർഡ് സാറ്റലൈറ്റ് ഫോൺസ്. നമ്മുടെ ഇന്ത്യൻ വാട്ടേഴ്സിൽ കൂടെ പല കൺട്രീസിലുള്ള വെസൽസും കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ പോകുന്ന സമയത്ത് ഇപ്പോൾ സാറ്റലൈറ്റ് ഫോണുകളായിരിക്കും അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ കൺസേൺഡ് അതോറിറ്റീനെ അറിയിക്കണം. അപ്പം അങ്ങനെ അറിയിക്കാത്ത അൺഡിക്ലെയർഡ് ആയിട്ടുള്ള സാറ്റലൈറ്റ് ഫോണുകളുടെ പ്രസൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യൻ വാട്ടേഴ്സിൽ എന്നാണ് പറയുന്നത്. അതായത് യൂസ് ഓഫ് പോർട്ടബിൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, അതുപോലെ തന്നെ ഡിവൈസ് കണക്റ്റഡ് ടു സ്മാർട്ട് ഫോൺ ഫോർ മെസ്സേജിങ് ഏരിയാസ് വിത്തൗട്ട് സെല്ലുലാർ കവറേജ് ഒക്കെയാണ് കണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ റെഗുലേഷൻ ഗവേണിംഗ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ വയലേഷൻസ് ആണ് എന്ന് പറയുന്നു. ദെൻ ഏതൊക്കെ ഡിവൈസ് ആണ് ഇവിടെ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് യൂസ് ഓഫ് ഇറിഡിയം ബേസ്ഡ് സാറ്റലൈറ്റ് വന്നിട്ടുണ്ട്. യൂസ് ഓഫ് ഇറിഡിയം ബേസ്ഡ് എക്യുപ്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓൺലി ഫോർ ഡിസ്ട്രസ് ആൻഡ് സേഫ്റ്റി കമ്മ്യൂണിക്കേഷൻസ് അണ്ടർ ഗ്ലോബൽ മാരിടൈം ഡിസ്ട്രസ് ആൻഡ് സേഫ്റ്റി സിസ്റ്റം. അതുപോലെ തന്നെ സ്ട്രിക്റ്റ് കണ്ടീഷനിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിന് അവിടെ പ്രസൻസ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തുരിയ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ വാട്ടേഴ്സിൽ ബാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെയും പ്രസൻസ് കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വാട്ട് ഡു കറണ്ട് റൂൾസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഇതൊന്നും നമ്മുടെ ഒരു ലോന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ അല്ല. അപ്പോൾ പേഴ്സണൽ സാറ്റലൈറ്റ് ക്യാരി ബൈ ക്രൂ മെമ്പേഴ്സ് ഒക്കെ കൃത്യമായിട്ട് അറിയിക്കേണ്ടതാണ്. നോട്ട് പെർമിറ്റഡ് ഫോർ യൂസ് ഇൻ ഇന്ത്യൻ വാട്ടേഴ്സ് ഓർ ഇന്ത്യൻ ടെറിട്ടറി. ഇതൊന്നും തന്നെ ഇന്ത്യൻ വാട്ടേഴ്സിൽ പറയുന്നത് തുരി ആയാലും ഇറിഡിയം ബേസ്ഡ് സാറ്റലൈറ്റ് ഒന്നും തന്നെ ഇന്ത്യൻ വാട്ടേഴ്സിൽ യൂസ് ചെയ്യാനായിട്ടുള്ളത് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി കൺസേൺസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോ ഇറിഡിയം ഗേറ്റ്വേ ഗ്രൗണ്ട് സ്റ്റേഷൻ വിത്തിൻ ഇന്ത്യൻ റീജിയൻ. ഇന്ത്യൻ റീജിയനിലൊന്നും തന്നെ ഇറിഡിയം ഗേറ്റ്വേയോ ഗ്രൗണ്ട് സ്റ്റേഷനോ ഒന്നുമില്ല. അപ്പോൾ നമുക്കതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. കമ്മ്യൂണിക്കേഷൻ വയ പോർട്ടബിൾ സാറ്റലൈറ്റ് ഡിവൈസസ് കാനോട്ട് ബി എഫിഷ്യൻ്റ്ലി മോണിറ്റേർഡ്, ട്രേസ്ഡ് ഓർ എക്സാമിൻഡ്, കുഡ് ബി മിസ്യൂസ്ഡ് ഇൻ സസ്പിഷ്യസ് ഓർ സെൻസിറ്റീവ് സിറ്റുവേഷൻസ്. അപ്പോൾ പലപ്പോഴും ഇതിൻ്റെ സാധനങ്ങളൊന്നും ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ടും നമുക്കിതിൻ്റെ സാറ്റലൈറ്റ് കൃത്യമായിട്ടുള്ള ഡാറ്റ കിട്ടാത്തത് കൊണ്ടും
ഇത് നമുക്കെതിരെ ഒരു പ്രൊപ്പഗണ്ടയോ അല്ലെങ്കിൽ നമുക്ക് ഒരു വയലൻസിനൊക്കെ ഒരു ചാൻസ് ഉണ്ട്, നമ്മുടെ സെക്യൂരിറ്റിക്ക് ഒരു ഇഷ്യൂ ആണെന്നുള്ള രീതിയിലാണ് ഈ ഒരു ന്യൂസിൽ പറയുന്നത്. അപ്പോൾ ഈ സാറ്റലൈറ്റ്സുകളുടെ പേര് നോക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് നോക്കാനായിട്ട് ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്ത് സ്റ്റിക്ക് ടുഗദർ എന്ന് പറയുന്ന ഇന്ത്യ ബ്രസീൽ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ളൊരു ആർട്ടിക്കിളാണ് ഡിസ്കസ് ചെയ്തത്. ദെൻ സയൻസിൽ ഇന്ത്യ പെസ്റ്റിസൈഡ് കോൺട്രിബ്യൂഷനിൽ ഹൈ ആയിട്ടുള്ള ഒരു കൺട്രി ആണ് എന്നുള്ളത് നോക്കി. ദെൻ ഗ്രീൻ അമോണിയനെ കുറിച്ചാണ് നമ്മൾ സെക്കൻഡ് നോക്കിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രഹാർ, ഇന്ത്യയുടെ കൗണ്ടർ ടെററിസം പോളിസിനെ കുറിച്ച് നോക്കി. അത് കഴിഞ്ഞിട്ട് സി രാജഗോപാലാചാര്യനെ കുറിച്ച് നോക്കി. അത് കഴിഞ്ഞ് നമ്മുടെ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം, അതായത് നമ്മുടെ RRTSനെ കുറിച്ച് നമ്മൾ നോക്കി. അത് കഴിഞ്ഞ് സാറ്റലൈറ്റ് ഫോൺസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ന്യൂസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ബാക്കി ന്യൂസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.